എന്താ എന്താ നിന്റെ പ്രശ്നം? ഫോൺ വിളിച്ചടിക്കില്ല, മെസ്സേജ് ഇല്ല, ഗൂഗിൾ പേയിൽ വരെ നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചു. എനിക്ക് ഇപ്പൊ അറിയണം എന്താ നിന്റെ പ്രശ്നം. ഒന്നുമില്ല, നീ ഇവിടെ പോവാൻ നോക്ക്, വെറുതെ ആൾക്കാർ കാണും. ഇത് നീ പറയാതെ പോകുന്ന തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ പ്രശ്നമൊന്നുമില്ല. എങ്കിലും എടാ അവള് നിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്ന? വന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അവൾ എന്നെ വിളിച്ചായിരുന്നു, നീ അവളെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു ഒരേ കരച്ചിലടാ. എന്താണ് നിന്റെ പ്രശ്നം? നിനക്കൊന്ന് അവളെ വിളിച്ചൂടെ? എന്നിട്ട് എന്ത് കാര്യമാടാ ഉള്ളേ? പ്രണയിച്ച് നടക്കുമ്പോൾ അറിയില്ല, അവിടെ വീട്ടിൽ പോയി കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കൂടാ. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി ജോലി ചെയ്യണമെന്നാ. ഇത്രയും കാലം ഇന്ന് സെറ്റിലാവും നാളെ സെറ്റിലാവും എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ കയറി ഇറങ്ങി മടുത്തറ. എടാ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വഴി? എടാ എന്ത് വഴി? എടാ അവിടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ 3 ദിവസം മുന്നേ എനിക്ക് പൈസ അയച്ചേക്കുന്നു. എന്തൊരു ഗതികെട്ടവനാടാ ഞാൻ. കയ്യിൽ കാശില്ലാതെ എങ്ങനെ നോക്കൂടാ ഞാൻ അവളെ? അവൾ എൻ്റെ കൂടെ വന്നാൽ നീ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാതെ എനിക്കിഷ്ടമില്ലാണ്ടൊന്നും അല്ല. എടാ അവൾ ഇത്ര നേരം ലൈനിലുണ്ടായിരുന്നു. ഞാൻ ബാക്കിലുണ്ട്. ഈ ലോകത്ത് കോടിക്കണക്കിന് ആമ്പിളരുണ്ടായിട്ടും എനിക്ക് നിന്നോട് മാത്രമേ ഇത് തോന്നിയിട്ടുള്ളൂ. അതിന് പണത്തിനൊന്നും പ്രസക്തിയില്ല. നീ വന്ന് വണ്ടി കയറാൻ നോക്ക്. എന്നാലും നിനക്ക് പൈസ അയച്ചു തന്നത് എനിക്ക് ഗിഫ്റ്റ് വാങ്ങാനാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? പക്ഷേ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല.